കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് വലിയ ആക്രമണങ്ങളാണ് ബ്രിട്ടനും അമേരിക്കയും ചേർന്നുകൊണ്ട് യമനിൽ നടത്തിയത്. ഹൂത്തി കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ലക്ഷ്യം എന്നവർ പറഞ്ഞു. അതിന് കനത്തൊരു തിരിച്ചടി നൽകും എന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും വലിയൊരു ആക്രമണം ഇപ്പോൾ ഹൂത്തികൾ അമേരിക്കയുടെ തന്നെ ടാങ്കർ കപ്പലിനെതിരെ നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ ചരക്ക് കപ്പൽ വലിയ ആക്രമണത്തിന് വിധേയമായി എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ സേന തന്നെയാണ്. ഏതായിരുന്നാലും ഈ ആക്രമണത്തോടു കൂടി അമേരിക്കയെ വൻതോതിൽ ഞെട്ടിക്കാൻ ഹൂത്തികൾക്ക് സാധിച്ചിരിക്കുന്നു. കാരണം ഇത്തരമൊരു ആക്രമണം ഇനിയും അവരുടെ എല്ലാ ശേഷികളും തകർത്തതിന് ശേഷം വീണ്ടും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഹൂത്തികളുടെ പലതരത്തിലുള്ള മിസൈലുകൾ തങ്ങൾ തകർത്ത് കളഞ്ഞു, അവരുടെ ബോട്ടുകൾ മുക്കിക്കളഞ്ഞു എന്നെല്ലാം അമേരിക്ക പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയൊരു ആക്രമണത്തിന് ഹൂത്തികൾക്ക് ശക്തിയുണ്ട് എന്ന് ലോകത്തെ തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചെയ്തിക്കെതിരെ അമേരിക്കയും ബ്രിട്ടനും ശക്തമായ ഭാഷയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് അടക്കം ഹൂത്തികളെ ഇല്ലാതെയാക്കും, അവരെ കനത്ത തിരിച്ചടി നൽകും എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഹൂത്തികൾ പറയുന്നത് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കാതെ ചെങ്കടലിൽ ഇനി പഴയ പോലെ ശാന്തമാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഗസയിലെ അധിനിവേശം, ഗസയിലെ വംശഹത്യ ഇസ്രായേൽ അവസാനിപ്പിക്കണം, അതിനുശേഷം മതി തങ്ങളോടുള്ള പ്രസംഗം എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 100 ദിവസത്തിലധികമായി ഗസയിൽ 24,000-ഓളം ആളുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. ഈ ആക്രമണത്തെ തടുത്തു നിർത്താൻ അമേരിക്കക്കും ബ്രിട്ടനും സാധിക്കുന്നില്ല എങ്കിൽ യമനിലേക്കും അതേപോലെ തന്നെ ചെങ്കടലിലേക്കും ഇനി ഈ സമാധാന നീക്കവുമായി വരേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ലോകവിപണിയെ ഇത് വല്ലാതെ ബാധിക്കും. ഈ ഒരു ആക്രമണം കൂടി കടുപ്പിക്കുന്നതോടുകൂടി ചെങ്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ്. ഈ മേഖലകളിലേക്ക് ഈ ചെങ്കടൽ വഴിയുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കം പല കപ്പൽ കമ്പനികളും ഉപേക്ഷിച്ചിരിക്കുന്നു. അത് മുഖേന എണ്ണ വിപണിയിലും ഓരോ ദിവസവും വർധന രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകവിപണിയെ തന്നെ ബാധിക്കുന്നതാണ്. 12% ചരക്ക് നീക്കം നടക്കുന്ന, അതേപോലെ തന്നെ എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരു മേഖല നിയന്ത്രിക്കുന്ന ഈ ഒരു ചെങ്കടലിൽ വഴിയുള്ള ചരക്ക് നീക്കം നിലക്കുന്നതോടുകൂടി ലോകത്താകെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനുമെല്ലാം ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ഇനി ഏതായിരുന്നാലും ഈ ഒരു ശേഷി അവർക്കുണ്ടാകുമ്പോൾ കഴിഞ്ഞ ആക്രമണത്തോടു കൂടി യമനിലെ ഹൂത്തികളുടെ വലിയ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ, അതേപോലെ തന്നെ ഓഫീസുകൾ ഇതെല്ലാം തകർത്തു എന്നാണ് അമേരിക്കയും ബ്രിട്ടനും പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏറെക്കാലമായി അമേരിക്ക തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് യമൻ. ആ അധിനിവേശത്തിൽ തകരാത്തതൊന്നും ഇനി ബാക്കിയില്ല എന്നുള്ള തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു സംഘം ഹൂത്തികൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ ഇസ്രായേലിൻ്റെ അധിനിവേശത്തെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് കൂടുതൽ ചർച്ചയാക്കുന്നതിൽ ഹൂത്തികൾക്ക് വലിയ പങ്കുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ ആക്രമണം തുടരും എന്ന് തന്നെയാണ് ഹൂത്തികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.